അർജന്റീനയുടെ മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രി പറഞ്ഞിട്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് 18. സ്പോൺസർക്ക് SKF കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയെന്ന രേഖകളിൽ വ്യക്തമാണ്. കായിക വകുപ്പിന്റെ നിർദ്ദേശങ്ങളുള്ള കത്തിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. ധാരണാപത്രമില്ലാതെ സ്റ്റേഡിയം കൈമാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകൾ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ അടക്കം GCDA ചെയർമാനോട് ഇങ്ങനൊരു ധാരണാപത്രം ഉണ്ടോ? ആദ്യം അദ്ദേഹം പറയുന്നു ധാരണാപത്രം ഇല്ലെന്ന്, പക്ഷെ പിന്നീട് അവസാനം ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നു ഉണ്ട്, ഒരു ധാരണയുണ്ട്, ധാരണാപത്രം ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ എവിടെയാണ് ഈ ധാരണാപത്രം എന്ന ചോദ്യത്തിന് യാതൊരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ രേഖകളിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ശ്രീജ, കായിക മന്ത്രാലയത്തിൽ നിന്നും നിർദ്ദേശം നൽകിയ ശേഷമാണ് GCDA സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുത്തതെന്നുള്ള രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് കരാർ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും കരാർ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. ഈ ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കണം, അതേസമയം അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കരാറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കോ അത്രയും ആയിട്ടില്ല എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര ദിവസം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ ഇത്ര ദിവസം ഉണ്ടായിരുന്ന ആശങ്കകളും കൺഫ്യൂഷനും ഒക്കെ ഇത്തരത്തിൽ സ്റ്റേഡിയം വിട്ടുകൊടുത്തത് ഏത് സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു, ആരുടെ അനുമതിയോട് കൂടി ആയിരുന്നു എന്നുള്ളതായിരുന്നു. അത് മാത്രമല്ല, കോൺഗ്രസ് ഈ വിഷയത്തിൽ കായികമന്ത്രിക്കെതിരെ കായികമന്ത്രി ബിസിനസ് ലക്ഷ്യത്തോട് കൂടിയിട്ടാണോ ഈ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനം തന്നെ ഉണ്ടായിരുന്നു. സർക്കാർ ഇക്കാര്യത്തിന് മറുപടി പറയണം, കായിക മന്ത്രി ഇക്കാര്യത്തിന് മറുപടി പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ച ശേഷമാണ് ഇതിൽ കായിക മന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് അല്ലെങ്കിൽ കായിക മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് GCDA സ്റ്റേഡിയം നിർമ്മാണത്തിനായി സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളും വിട്ടുകൊടുത്തു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, സ്പോൺസർക്ക് വിട്ടുകൊടുത്തു എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നത് അങ്ങനെയാണ് എന്നുള്ളത് ആണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം 70 കോടിയുടെ ഈ പറയുന്ന എസ്റ്റിമേറ്റ്, 70 കോടിയുടെ എസ്റ്റിമേറ്റിന്റെ ബ്രേക്കപ്പ് എന്താണ്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതായത് ഈ അറ്റകുറ്റപ്പണികൾക്കായി ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വിശദമായ ഒരു രേഖ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ ഉണ്ടായിരുന്നില്ല. അതിന് എസ്റ്റിമേറ്റ് ഈ 70 കോടി തനിക്ക് ചിലവാകുമെന്ന് സ്പോൺസർ ഇടയ്ക്കിടെ പറയുന്നതല്ലാതെ 125 കോടി ചിലവാക്കിയാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം, അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒരു നല്ല സ്റ്റേഡിയം ഉണ്ടാക്കാൻ 125 കോടി രൂപ മതിയെന്ന് ഈ വിദഗ്ധർ പറയുന്ന ഒരു സാഹചര്യത്തിൽ 70 കോടിയുടെ ആവശ്യകത എന്താണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബ്രേക്കപ്പുകൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്നും ഇനിയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളും അതായത് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള വ്യാപാരികളും ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ടായി. അവരെ സംബന്ധിച്ചിട്ടും ഇത്തരം അതായത് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പണികൾ നീണ്ടുപോകുന്നതിൻ്റെ ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കുന്നത്, അതായത് നവംബറിൽ ഈ മത്സരം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നവംബറിൽ തന്നെ അത് പൂർത്തിയാക്കുമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം, അതായത് മെസ്സി വരില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ മത്സരം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അങ്ങേറ്റം ലാഗ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നേരത്തെ ഉണ്ടാകുന്നതിൻ്റെ പകുതിയിൽ കുറവ് സ്പീഡിലാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് എന്നുള്ള പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്രയും ദിവസമുണ്ടായിരുന്ന ഒരു, അതായത് ഏത് തരത്തിൽ അനുമതി നൽകി, അല്ലെങ്കിൽ കരാർ എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഒരു കൺഫ്യൂഷന് ഒരു അത്യാവശ്യം ഒരു സുതാര്യത വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കാൻ ധാരണയായിരുന്നു. പക്ഷേ ആ കരാർ ഉണ്ടായോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഡിയം കൈമാറിയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്.